ഹലോ കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇവിടെ നമുക്ക് ചോറ് ബാസ്മതി അരിയാണ്. ഇത് ബാസ്മതി അരി ജീരകം ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നല്ല അരിയാണ്. ചോറ് നമ്മൾ തിളപ്പിച്ച് ഊറ്റി ഉണ്ടാക്കണമെങ്കിലും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെങ്കിലും എല്ലാത്തിനും നല്ല അരിയാണ്. അപ്പൊ ഇത് ഞാൻ കഴുകി വെച്ചിരിക്കുവാണ്. ഇത് ഞാൻ എൻ്റെ ഈ പാത്രത്തിന് ഒരു 2-2.25 പാത്രം അരി ഞാൻ ഇട്ട്. കാരണം നമ്മൾ തിളപ്പിച്ച് ഊറ്റാനായിട്ട് വളരെ കുറച്ച് അരി എടുത്താൽ മതി. പക്ഷേ ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നേരം ചോറ് വളരെ കുറവായിരിക്കും, അത് കൂടുതലിട്ടത്. ഇതിന് നമുക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ നെയ്യ് അല്ലെങ്കിൽ എണ്ണ. ഞാനിവിടെ നെയ്യാണ്, 2 സ്പൂൺ നെയ്യ് കുക്കറിനകത്ത് ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇത് 2 സ്പൂൺ നെയ്യ്. അതിൻ്റെ കൂടെ വേണം ജീരകം ഒരു ശകലം കൂടുതൽ വേണം, കാരണം ജീരക ചോറല്ലേ, എന്നാൽ ഒത്തിരി ഇടുകയും ചെയ്യരുത്. ഞാൻ ഇത്രയും ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 1-1.5 സ്പൂൺ ഉണ്ട് ഇത് കേട്ടോ, ചെറിയ സ്പൂണിന്. അപ്പൊ ഈ ജീരകം, പിന്നെ ഒരു ശകലം കായം, ഒരു നുള്ളു മതി. ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. ഇതൊരു നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാൻ കായം ഇതിനകത്തോട്ട് ഇട്ടു, കൂട്ടത്തില് ജീരകവും കൂടെ ഇട്ടിട്ട് നമുക്കത് നല്ലപോലെ പൊട്ടുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമ്മുടെ ജീരകം പൊട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ അരി ഇതിനകത്തോട്ട് ഇടുകയാണ്. ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം അരിയെ. ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ ഇതിനകത്തോട്ട് വെള്ളം ഒഴിക്കണം. വെള്ളം എന്തോരം ഒഴിക്കേണ്ടതെന്ന് അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എത്ര പാത്രം അരി എടുത്തോ അതിന്റെ 3 ഇരട്ടി വെള്ളമാണ് ചേർക്കേണ്ടത്. അപ്പൊ ഞാൻ 2.25 പാത്രം വെള്ളം ഇതിനകത്ത് ചേർത്തെങ്കിൽ അപ്പം അതിന്റെ 3 വട്ടം അതേ സെയിം ചേർക്കണം. അത്രയാണ് ഇതിന്റെ കണക്ക്. പിന്നെ ഉപ്പ് ചേർക്കണം കേട്ടോ. ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം നമ്മൾ, വേറൊന്നും ഇതിനകത്ത് ചേർക്കത്തില്ല. ഇത് കുക്കർ അടച്ചു വെച്ച് ഒരു വിസില് അടിച്ചാൽ മതി. അപ്പൊ നമ്മുടെ ചോറ് റെഡിയാവുക. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് വെള്ളം ചേർക്കുകയാണ്. വെള്ളം തേണ്ട് ഞാൻ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന് ആദ്യം ഞാൻ ഒഴിച്ചു. അപ്പൊ ചോറ് അരി ഇട്ടതല്ലേ, അരി ഇപ്പം കരിയാതെ നോക്കണ്ടേ. 2 ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് 3 പാത്രം വെള്ളമായി. ഫസ്റ്റ് സ്റ്റെപ്പായി കേട്ടോ. സെക്കൻഡ്, അപ്പൊ ഞാൻ 3 ഒഴിച്ചില്ലേ, 2.25 ഒഴിക്കാവുള്ളായിരുന്നു. അപ്പൊ അതനുസരിച്ച് ഞാൻ 3ാമത്തെ പ്രാവശ്യം കുറയ്ക്കും. ഇത് സെക്കൻഡ്. 3 പറഞ്ഞാൽ എനിക്കത് 2.25 ഒഴിക്കാവുള്ളായിരുന്നു. 2. ഇനിയിപ്പൊ ഞാൻ ആദ്യം ഒരു 3 ഒഴിച്ച കാരണം കൊണ്ട് അതിന്റെ ഞാൻ കുറയ്ക്കുക. അപ്പൊ ഞാനിവിടെ പകുതിയാക്കാം. പകുതി ഒഴിക്കുക. കാരണം ഞാൻ ആദ്യം ഇച്ചിരി കൂടുതൽ ഒഴിച്ചായിരുന്നല്ലോ, അതുകൊണ്ട്. ഇനി ഒരു സ്റ്റെപ്പ് കൂടെ ഉണ്ട് കേട്ടോ. 2 സ്റ്റെപ്പ് ഞാൻ ഒഴിച്ചു കഴിഞ്ഞ്. അപ്പൊ ഇതൊന്ന് ഇളക്കി കൊടുക്കാം, ചോറ് അടിയിൽ പിടിക്കാതെ. അതുകൊണ്ട് ഞാനൊന്ന് ഇളക്കുക. ഉപ്പ് ചേർത്തില്ല, ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം കുക്കർ അടച്ചു വെക്കാൻ. അപ്പം അടുത്ത സ്റ്റെപ്പ്, ഇതൊന്ന്, 2, 3ാമത്തേന് ഞാൻ ഇച്ചിരി വെള്ളം കുറച്ച് ഒഴിക്കത്തുള്ളേ. കാരണം 3/4 ഒഴിക്കേണ്ട അടുത്ത് ഞാനൊരു അരപാത്രം എടുത്ത് ഇത്രയും വെള്ളം മാറ്റി വെക്കുകയാണ്. കാരണം വെള്ളം കൂടി പോകല്ലല്ലോ. അപ്പൊ അതനുസരിച്ച് ചോറിന്റെ വേവ് അനുസരിച്ചാണ് നമുക്ക് വെള്ളം ഒഴിക്കേണ്ടത് കേട്ടോ. ചോറ് അഥവാ പെട്ടെന്ന് വേകുന്ന ചോറാണെങ്കിൽ നമുക്ക് വെള്ളം അധികം ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഞാൻ ഇതിനകത്തോട്ട് ഉപ്പും കൂടെ ഉപ്പെടുക്കുകയാണ്. ഉപ്പ് ഞാനിവിടെ ഇത് 1 സ്പൂണ്, ഒരു 1.5 സ്പൂൺ ഉപ്പ് നമുക്ക് ഇതിന് ചേർക്കാം. ചോറല്ലേ, ചോറ് വെന്ത് വരുമ്പം ഇച്ചിരി കൂടുമല്ലോ. അപ്പൊ ഉപ്പ് ചേർത്തിട്ട് ഞാൻ ഇതൊന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് കൊടുക്കുവാണ്. ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്കിത് കുക്കറിന് അടച്ച്, ഞാൻ സ്ലോയിലാണ് കുക്കർ വെച്ചിരിക്കുന്നത്. അത് നമുക്കൊന്ന് കൂട്ടി വെക്കാം. ഒന്ന് ചൂടാവുന്നിടം വരെ, ഒന്ന് തിളയ്ക്കുന്ന കാണുമ്പോൾ നമ്മൾ അങ്ങ് കുറച്ച് സ്ലോയിൽ വെച്ചാൽ മതിയെ. കുക്കറിന്റെ ഗ്യാസ് ഞാൻ ഫുള്ളിലാണ് വെച്ചിരിക്കുന്നത്. അത് നമ്മളുടെ ഇവിടെ ഒരു സീറ്റിയുടെ ഒരു വിസിലിന്റെ ഒരു സൗണ്ട് വരത്തില്ലേ, സൗണ്ട് വരുമ്പോൾ നമുക്കത് കുറച്ച് വെച്ചാൽ മതിയെ.
ഇവിടെ നമ്മുടെ കുക്കറിന്റെ വിസിലിൽ സൗണ്ട് വരാൻ തുടങ്ങി. ഞാൻ ഗ്യാസ് സ്ലോയിൽ വെക്കുകയാണ്. സ്ലോയിൽ വെച്ചു. ഒരു വിസിലിൽ നമുക്കിത് നിർത്തി വെക്കണേ. ഇവിടെ കുക്കറിൽ സൗണ്ട് വന്നു, ഒരു വിസിൽ വന്നു. അപ്പം ഞാനിത് കുക്കർ നിർത്തി വെക്കുകയാണ്. ഇതിന്റെ സ്റ്റീം ഇപ്പം കളയണ്ട, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. സ്റ്റീം പതുക്കെ പൊക്കോളും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് സ്റ്റീം ഒന്ന് 5 മിനിറ്റ് അല്ല 2-3 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് അത് മാറ്റിയിടും. ഇതിൽ നിന്ന് പൊക്കി വെക്കാം. ഓക്കെ. ഇനി നമുക്ക് ഈ ചോറിന്റെ കൂടെ ചമ്മന്തി ചട്നി എന്നാണ് ഇവിടെ പറയുന്നത്. ചട്നി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞാൽ ഒരു സവാള, ചെറുതാണ്, മീഡിയം സൈസ് ആണ് കേട്ടോ. ഒരു സവാള എടുത്തു, ചെറുതായാലും കുഴപ്പമില്ല. പിന്നെ ഒരല്പം കുറച്ച് മല്ലിയില, ഒരു 3 പച്ചമുളക് ഞാൻ 3 എടുത്തിരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇതിന് എരിവില്ലാത്തതുകൊണ്ടാണ്. 4 ഇത് വെളുത്തുള്ളി, പിന്നെ ഒരു ശകലം ഉപ്പും ഇടണം. പിന്നെ ഒരു സ്പൂണ് തൈര് ചേർക്കും കേട്ടോ. തൈരിന് അധികം പുളി ഇല്ലെങ്കിൽ 2 സ്പൂണ് ചേർക്കാം. ഇത്രയും മതി സാധനം. നമ്മളിപ്പം ഇതിനകത്തിട്ട് അരച്ചെടുത്തിട്ട് കാണിക്കാം. നമ്മുടെ ജീരകച്ചോറ് ചട്നിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം.